ഹലോ ഫ്രണ്ട്സ്, സച്ചൂസ് ക്രിയേഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് ഏത് തരത്തിലുള്ള പോൺ വീഡിയോസ് കണ്ടാലാണ് നമ്മളെ പോലീസ് പിടിക്കുക അല്ലെങ്കിൽ പോലീസ് തേടി വരിക എന്നൊരു മുന്നറിയിപ്പ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. സബ്ജക്റ്റിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. പേര് സോണിയ. നല്ലൊരു സെറ്റ് എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും തരിക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ പറഞ്ഞു വിട്ടിരിക്കുന്നത്. സെറ്റ് എഡ്യൂക്കേഷൻ എന്നാൽ ഒരു അശ്ലീല വീഡിയോ പ്രദർശനം അല്ല, അല്ലെങ്കിൽ ഒരു ലൈംഗികതയെ പറ്റിയിട്ട് മാത്രം സംസാരിക്കുന്ന കാര്യമല്ല എന്നത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക. സെറ്റ് എഡ്യൂക്കേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു മോശപ്പെട്ടമായ കാര്യമാണ്, ഇത് പറയാൻ പാടില്ല, കേൾക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇതിനെ മാറ്റി വെക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ സംസാരിക്കുന്നത് ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ആണ്, ഒരു ലേഡിയാണ് സംസാരിക്കുന്നത് എന്ന് കരുതിയിട്ടും മോശമായിട്ട് ചിന്തിക്കുന്നവരുമുണ്ട്. നല്ല അറിവ് എല്ലാവരുടെ ജീവിതത്തിലും ആവശ്യമാണ്. ഈ സെക്സ് എന്നൊരു സബ്ജക്റ്റ് നമ്മുടെ ജീവിതത്തിൽ അത്രയും അത്യന്താപേക്ഷിതമായ ഘടകമാണ്. എന്നാൽ അതിനെപ്പറ്റി നമുക്ക് കിട്ടിയിരിക്കുന്ന അറിവുകൾ മാത്രം തെറ്റാണ്. കാരണം ഇതൊരു വിലക്കപ്പെട്ട കനിയാണ്, ഇത് ഉറക്കെ പറയാൻ പാടില്ലാത്ത കാര്യമാണെന്ന് കരുതിയിട്ട് കൂട്ടുകാരിൽ നിന്നുള്ള തെറ്റായ അറിവുകളും പോൺ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുള്ള അറിവുകളാണ് ശരിയായ രീതിയിലുള്ള സെറ്റ് എഡ്യൂക്കേഷൻ എന്നാണ് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചിന്താഗതികളും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. സെറ്റ് എഡ്യൂക്കേഷൻ കിട്ടിയ ഒരു വ്യക്തിക്ക് അത് മാനസികമായിട്ടും ശാരീരികമായിട്ടും അവനെ കരുത്തുറ്റവനാക്കി മാറ്റുകയാണ്. കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങൾ നമുക്കുണ്ട്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് പെട്ടെന്നുള്ള പരിഹാരം അവിടെ ഉണ്ടാകും എന്നതാണ്. ഒരു ചീത്തയായ കാര്യം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അനുഭവപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ അതിനോട് ആ ഓൺ ദ സ്പോട്ടിൽ പ്രതികരിക്കണം, അല്ലെങ്കിൽ അതിനോട് എങ്ങനെ നോ പറയണം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഓരോ വ്യക്തിയെയും പ്രാപ്തമാക്കും ഈ ഒരു സെക്സ് എഡ്യൂക്കേഷൻ. അതൊക്കെ നമ്മളൊന്ന് അറിഞ്ഞ് മനസ്സിലാക്കി വെക്കുക. നമുക്ക് സബ്ജക്റ്റിലേക്ക് വരാം. ഈ പോൺ വീഡിയോസ്, എങ്ങനെയുള്ള പോൺ വീഡിയോസ് കണ്ടാലാണ് പോലീസ് നമ്മളെ തേടി വരുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് അതൊരു കേസ് ആവുന്നത് എന്ന കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഒത്തിരി ആൾക്കാർ ഈ പോൺ വീഡിയോസ് ഒളിച്ചും പാത്തും ഒക്കെ കാണാറുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് സെക്സ് അല്ലെങ്കിൽ എന്താണ് സെക്ഷൽ ആക്ടിവിറ്റീസ്, അതെങ്ങനെയാണ് എന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഇങ്ങനെയുള്ള വീഡിയോ കാണാൻ പോകുന്നത്. പ്രത്യേകിച്ച് കൗമാര പ്രായത്തിലുള്ള കുട്ടികളാണ് കൂടുതലായിട്ടും ഇങ്ങനെയുള്ള കാര്യത്തിലേക്ക് പോകുന്നത്. അവർക്ക് ശരിയായ രീതിയിലുള്ള ഒരു സെക്സ് എഡ്യൂക്കേഷൻ കിട്ടിയിട്ടില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാനുള്ള ആകാംക്ഷ ഈ ഒരു പ്രായത്തിൽ കൂടുതലാണ്. ഹോർമോണിന്റെ ഉൽപാദനം, ശരീരത്തിന്റെ വളർച്ച, അല്ലെങ്കിൽ സെക്സിനോടുള്ള ഒരു അറിയാനുള്ള ഒരു താല്പര്യമൊക്കെ വളരെയധികം വർദ്ധിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടം. അതേപോലെ തന്നെ വിവാഹം ചെയ്യാത്തവരില്, പിന്നെ വിവാഹം ചെയ്തവരും കാണുന്നുണ്ട്, ചെയ്യാത്തവരെന്ന് എടുത്തു പറയുന്നതിൽ വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ പലതരത്തിൽപ്പെട്ട ആളുകൾ ഇങ്ങനെയുള്ള വീഡിയോസ് കാണുന്നുണ്ട്. അത് അവർക്ക് ആ ഒരു ആഗ്രഹം എന്താണെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഇങ്ങനത്തെ വീഡിയോസ് തേടി പോകുന്നത്. ഇങ്ങനത്തെ ഒരു പോൺ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അത് കുറ്റകരമായി നിങ്ങളെ പോലീസ് കൊണ്ടുപോകും എന്ന കാര്യത്തിലേക്കല്ല പറഞ്ഞു വരുന്നത്. നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നമുക്കുണ്ടാവുന്ന പ്രശ്നത്തെ പറ്റിയാണ് പറഞ്ഞു വരുന്നത്. എങ്ങനെയുള്ള പോൺ വീഡിയോസ് കണ്ടാലാണ് അത് പ്രശ്നമായി തീരുന്നത്? ഇന്നിപ്പോ 867 സൈറ്റുകൾ, പോൺ വീഡിയോ സൈറ്റുകൾ നിരോധിച്ചിട്ടുണ്ട്. ആ സൈറ്റ്, നിരോധിച്ച സൈറ്റ് ഏതാണ്, നിരോധിക്കാത്ത സൈറ്റ് ഏതാണെന്നൊന്നും നമുക്ക് ചിലപ്പം അറിഞ്ഞൊന്നും വരില്ല. നമ്മൾ ആദ്യം ഒരു പ്രാവശ്യം കാണും, പിന്നെയും കാണും, ആകാംക്ഷ വർദ്ധിച്ച് എന്നും കാണുന്നവരായിട്ട് മാറും, പോൺ വീഡിയോസ് കാണുന്നവരായിട്ട് മാറും, നമ്മൾ അതിന്റെ അടിമകളായി മാറും. ഇങ്ങനെയുള്ള കുറെ ദോഷങ്ങൾ ഈ പോൺ വീഡിയോസിനുണ്ട്. ഈ പോൺ വീഡിയോസിൽ കാണുന്നതല്ല യഥാർത്ഥമായ ജീവിതം, വിവാഹ ജീവിതം എന്ന് എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക. എല്ലാവർക്കും അങ്ങനെ ഒരു ഭവിഷ്യത്തും സംഭവിക്കുന്നുണ്ട്. ഇതാണ് ജീവിതം എന്ന് കരുതിയിട്ട് ജീവിതത്തിലും പലർക്കും പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇങ്ങനത്തെ വീഡിയോസ് കണ്ടിട്ട് ഒരു ദിവസം കണ്ട് 2 ദിവസം കണ്ട് കൂടുതൽ അയക്കുമ്പോൾ കൂടുതൽ വെറൈറ്റി തേടി നമ്മൾ പോകും. കൂടുതൽ വ്യത്യസ്തത കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കും. അപ്പൊ നിരോധിച്ച സൈറ്റ് ആണോ നിരോധിക്കാത്ത സൈറ്റ് ആണോ എന്നുള്ള അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ഏതൊക്കെയോ സൈറ്റിൽ കയറി ഇങ്ങനത്തെ വീഡിയോസ് കാണും, ഡൗൺലോഡ് ചെയ്യും, സെർച്ച് ചെയ്യും, അല്ലെങ്കിൽ ഷെയർ ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ പോലീസ് പിടിയിലാവുന്നത്. നമ്മൾ ആരും ഒരു പോലീസിന്റെ പിടിയിലാവണമെന്ന് വിചാരിച്ചുകൊണ്ട് ഓടി വന്നിട്ട് ഒരു പോൺ വീഡിയോസ് കാണാനൊന്നും നിൽക്കില്ല. നമ്മുടെ അറിവില്ലായ്മ, ഇത് പാടുണ്ടോ പാടുള്ളതല്ലയോ, നിരോധിച്ച സൈറ്റ് ആണോ എന്നൊന്നും ചിലപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചു എന്ന് വരില്ല. അതേപോലെ തന്നെ എടുത്തു പറയുകയാണ്, കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യം നിങ്ങൾ സെർച്ച് ചെയ്യുകയോ കാണുകയോ ഡൗൺലോഡ് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ അങ്ങനത്തെ എന്ത് സംഭവം ഉണ്ടായാലും നിങ്ങൾ ഉറപ്പിച്ചോളുക, നിങ്ങളെ തേടി പോലീസ് എത്തുമെന്നത്. പോൺ വീഡിയോസിന്റെ വിതരണം, വിൽപ്പന, പ്രചരണം, പ്രദർശനം ഇങ്ങനെയുള്ളതിലൊക്കെ പോലീസ് ഇടപെടും.
നല്ല രീതിയിലുള്ള പണി കിട്ടും എന്നത് നമ്മൾ ഓർത്ത് വെക്കുക. അതേപോലെ തന്നെ നമ്മൾ അറിയാതെ ഇങ്ങനത്തെ കാര്യങ്ങളിൽ പെട്ടുപോകും. എങ്ങനെയാണ് നമ്മൾ പെട്ടുപോണത്? വാട്സാപ്പ്, ടെലിഗ്രാം ഗ്രൂപ്പുകളിലൊക്കെ കുറെ വീഡിയോസ്, ഫോട്ടോസ് ഒക്കെ വന്നിട്ടുണ്ടാവും. ഇതിന്റെ ഉള്ളിൽ എന്താണ് വന്നിരിക്കുന്നത് എന്ന് അറിയാതെ ചിലപ്പോൾ നമ്മൾ അത് ഡൗൺലോഡ് ചെയ്യും. അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ നിരോധിക്കപ്പെട്ട സൈറ്റുകളിൽ നിന്ന് സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത വീഡിയോസ് ആയിരിക്കും, അല്ലെങ്കിൽ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ ആ ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് പോലീസിന്റെ നിരീക്ഷണത്തിലായിരിക്കും, ചിലപ്പോൾ ചില വ്യക്തികൾ നിരീക്ഷണത്തിലായിരിക്കും, അവരായിരിക്കും ഇത് ഷെയർ ചെയ്ത് തരുന്നത്. അങ്ങനെയുള്ള ഒരു അവസ്ഥ വരുമ്പോഴും നമ്മൾ അത് ഡൗൺലോഡ് ചെയ്യുകയോ കാണുകയോ ഷെയർ ചെയ്യുകയോ അങ്ങനെ എന്തുണ്ടായാലും നമ്മുടെ വീട്ടിൽ തീർച്ചയായിട്ടും പോലീസ് എത്തും. അപ്പൊ ഒരു പോൺ വീഡിയോ കാണുക എന്ന് പറയുന്നതിൽ നിന്നും ആരെയും നമുക്ക് പിന്തിരിപ്പിക്കാനൊന്നും പറ്റത്തില്ല. അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും പറഞ്ഞു തരാൻ വേണ്ടി മാത്രമേ സാധിക്കുള്ളൂ. പക്ഷെ അങ്ങനെ കാണുന്ന ആൾക്കാര് ഇതിന്റെ ഉള്ളിലെ ഭവിഷ്യത്തുകളൊന്നും അറിയാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അറിയാതെ പോയിട്ട് പെട്ടുപോകും. അവർ കണ്ടു കഴിയുമ്പോൾ കൂട്ടുകാർക്ക് അത് ഷെയർ ചെയ്യും, അല്ലെങ്കിൽ നല്ലത് കാണുമെന്ന് വിചാരിച്ചിട്ട്, വെറൈറ്റി ആണെന്ന് വിചാരിച്ചിട്ട് പല സൈറ്റുകളും സെർച്ച് ചെയ്യുകയും ഡൗൺലോഡ് ചെയ്യുകയും പിന്നെ ഇങ്ങനത്തെ വീഡിയോസ് ഇരുന്ന് ഒളിച്ചും പാത്തിരുന്ന് കാണുകയും ഒക്കെ ചെയ്യുമ്പോൾ 8ന്റെ പണി കിട്ടുകയാണെന്നുള്ളത് അറിഞ്ഞു വെക്കുക. 5 വർഷത്തെ കഠിന തടവും 10 ലക്ഷം രൂപ പിഴയും നമ്മൾ അടയ്ക്കേണ്ടി വരും. ഇതെല്ലാം കഴിഞ്ഞാൽ ഉണ്ടാവുന്ന നാണക്കേടും മാനക്കേടും അതിനേക്കാളും ഉപരിയായിരിക്കും എന്നത് എല്ലാവരും മനസ്സിലാക്കി വെക്കുക. അപ്പൊ പോൺ വീഡിയോസ് കാണുന്നവർ ശ്രദ്ധിക്കുക. ആ പോൺ വീഡിയോസ് കാണുന്നതേ നല്ലതല്ല, അത് നമുക്ക് നല്ല ഗുണങ്ങളൊന്നും തരുന്നതുമില്ല. എന്നാൽ ചില ആൾക്കാർ പറയാറുണ്ട്, ഇന്ന് ആ ഒരു പോൺ വീഡിയോസ് കണ്ടില്ലെങ്കിൽ ഒരു മൂഡില്ല, ഒരു പോൺ വീഡിയോസ് കണ്ടാലേ എനിക്ക് ഹാപ്പി ആവാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് അതിന് അടിമകളായി മാറിയവരുണ്ട്. പോൺ വീഡിയോസ് കണ്ടാലാണ് ഒരു ലൈംഗിക ജീവിതത്തിന് വരെ തൃപ്തിയുള്ളൂ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പോൺ വീഡിയോസ് കണ്ടുകൊണ്ട് മാത്രം സെക്സ് റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നവരും ഉണ്ട്. അപ്പൊ അവരൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക, ഇതൊന്നുമല്ല ജീവിതം. യഥാർത്ഥമായ ജീവിതവുമായിട്ട് ഇതിന് യാതൊരു രീതിയിലുള്ള ബന്ധവുമില്ല. നമ്മളെ കൂടുതൽ പ്രശ്നത്തിൽ കൊണ്ട് എത്തിക്കാനും ഇതിനെ അടിമയാക്കി മാറ്റാനും ഇതുപോലെ പോലീസ് കേസ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാനുമാണ് ഇങ്ങനെയുള്ള വീഡിയോസിന് സാധിക്കുകയുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് കാണാൻ പറ്റുന്ന സൈറ്റാണോ കാണാൻ പാടില്ലാത്ത സൈറ്റാണോ എന്ന് അറിയാതെയായിരിക്കും ഈ നിരോധിച്ച സൈറ്റുകളിൽ കയറി നമ്മൾ സെർച്ച് ചെയ്യുകയും ഡൗൺലോഡ് ചെയ്യുകയും കാണുകയും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെയുള്ള എന്ത് കാര്യമുണ്ടായാലും അത് പ്രശ്നമായി മാറും, കേസായി മാറും എന്ന കാര്യം എല്ലാവരുടെയും ഓർമ്മയിൽ വെക്കുക. അതുകൊണ്ട് ഇതൊരു മുന്നറിയിപ്പായിട്ട് കണക്കാക്കുക. ഞാൻ തീർത്തും പറയാണ്, ഞാൻ പോൺ വീഡിയോസ് കാണുന്നത് തെറ്റ്, പോലീസ് കേസ് നല്ല പറഞ്ഞത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. ഏത് സമയത്താണ് അതൊരു കേസും തെറ്റായി മാറുന്നത് എന്നുള്ള ഒരു അറിവും നമ്മളിൽ ഉണ്ടാവണം. എന്തൊരു പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോഴും അതിന്റെ ശരിയും തെറ്റും അതിൽ നിന്നുണ്ടാവുന്ന ഗുണങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ അങ്ങനെ ഒരു കാര്യത്തിന് മുതിരുന്നത്. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നല്ലൊരു അറിവ് തന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് രൂപത്തിൽ അറിയിക്കുക. ഒപ്പം ഒരു കാര്യം കൂട്ടിച്ചേർക്കുകയാണ്, അച്ചൂസ് ക്രിയേഷൻ 0.1 എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. സെറ്റ് എഡ്യൂക്കേഷൻ മാത്രമായിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു ചാനൽ തുടങ്ങിയിരിക്കുന്നത്. ആ ചാനലിന്റെ ഉള്ളിൽ സെറ്റ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട നിരവധി സബ്ജക്റ്റുകളെ പറ്റിയിട്ട് നമ്മൾ വീഡിയോ ആയിട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അറിയാൻ വേണ്ടിയിട്ട്, നല്ല അറിവെടുക്കാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ളവർ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുകയും ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.